الله ما بعد سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما علمتنا إنك أنت العليم الحكيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت إليه أنيب. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ പരിശുദ്ധ നാമത്താൽ അലങ്കൃതമായ ധന്യമായ ഈ മജ്‌ലിസിൽ അല്ലാഹുവിൻ്റെ പൊരുത്തവും അവൻ്റെ പ്രീതിയും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരും മഹത്തായ ഈ മജ്‌ലിസ് കൊണ്ട് ലക്ഷ്യമാക്കപ്പെടുന്നത് എന്താണ് എന്നാണ്, എന്തിലേക്കാണ് എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ് അല്പനേരം നമ്മുടെ ചിന്തയെ നാം തിരിച്ചുവിടേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവൻ്റെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിക്റിനെ അധികരിപ്പിക്കുവാനും സദാസമയത്തും ദിക്റിലായിരിക്കുവാനും ധാരാളം നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ പ്രിയഭർത്തി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതി സദാസമയത്തും അല്ലാഹുവിൻ്റെ ദിക്റിലായിരിക്കും. എല്ലാ സമയത്തും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹ് എന്ന ചിന്തയല്ലാതെ ആ ദിക്റില്ലാത്ത ഒരൊറ്റ സെക്കൻഡ് പോലും കടന്നു പോകുന്നില്ല. അതാണ് ദിക്റിന്റെ പ്രാധാന്യം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ മഹത്തായ ഈ അനക്ക മുഹൂർത്തത്തിലേക്കാണ് സമൂഹത്തെ ക്ഷണിക്കുന്നത്. ഇസ്ലാമിന്റെ പേരിലുള്ള പ്രത്യക്ഷ പ്രവർത്തനങ്ങളെക്കാൾ ഉപരി മനുഷ്യ മനസ്സുകളെ അല്ലാഹുമായി കൊണ്ട് അവങ്കിലേക്ക് ബന്ധിപ്പിക്കുന്ന അതിൻ്റെ യഥാർത്ഥ കണ്ണിയിലേക്കാണ് സമൂഹത്തെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വേദിയാണ് ഇത്തരത്തിലുള്ള ദിക്റിന്റെ ഹൽക്കകളും മജ്‌ലിസുകളും. ആ വേദിയിലൂടെയാണ് പ്രധാനമായും അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് നമുക്ക് എത്തിച്ചേരാനുള്ള എളുപ്പമാർഗം, എളുപ്പവഴിയതാണ്. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിക്റിലൂടെ അല്ലാഹുവിൻ്റെ സാമീപ്യം കരഗതമാക്കാൻ ബഹുമാനപ്പെട്ട സഹാബത്തിന് നിർദ്ദേശം നൽകിയ നിരവധി ഹദീസുകളുണ്ട്. എത്രയോ മജ്‌ലിസുകൾ മസ്ജിദുൻ നബവിയിൽ ഇതുപോലെ ദിക്റിന്റെ ഹൽക്കകൾ നടത്തുന്ന മജ്‌ലിസുകളെ ഹദീസിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഒഴിവുള്ള രാത്രികളിൽ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് കറമല്ലാഹു വജ്ഹു തങ്ങൾ അടക്കമുള്ള ധാരാളം സ്വഹാബികൾ പള്ളിയിൽ ഒരുമിച്ച് കൂടിക്കൊണ്ട് നേരം പുലരുവോളം ദിക്ർ ചൊല്ലി ആടി ചാഞ്ഞും ചെരിഞ്ഞും ദിക്ർ ചൊല്ലാറുണ്ടായിരുന്നു എന്ന് ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ വ്യക്തമാക്കപ്പെടുന്നു. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനെ ഞങ്ങൾ ദിക്റിന് വേണ്ടി മസ്ജിദുൻ നബവിയിൽ ഒരുമിച്ച് കൂടിയാൽ ദിക്റിന്റെ ആവേശത്താൽ എല്ലാം മറന്ന് അള്ളാഹുവിന്റെ ദിക്ർ ചെല്ലുമ്പോൾ അങ്ങനെയാണ്. ദിക്ർ ചെല്ലുമ്പോ യഥാർത്ഥ ദിക്ർ എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാത്ത മറ്റെല്ലാത്തിനെയും മറക്കലാണ്. ഖുർആൻ പറഞ്ഞു, വദ്കുർ റബ്ബക, നബിയെ താങ്കൾ അല്ലാഹുവിന്റെ ദിക്ർ ചെല്ലണം. ഇദാ നസീത, താങ്കൾ എല്ലാം മറന്നിട്ട് സ്വയം പോലും മറന്നു അങ്ങനെ ആടി ചാഞ്ഞും ചെരിഞ്ഞും ബഹുമാനപ്പെട്ട ഇമാം ഔസാനി തങ്ങൾ രേഖപ്പെടുത്തുന്നു, കാന അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ സഹാബികളായിരുന്നു, ഇദാ ദക്കറുല്ലാഹ, അവർ ദിക്ർ ചൊല്ലുകയാണെങ്കിൽ യതമായലൂന യമീനം വശിമാലാ, ഇടത്തോട്ടും വലത്തോട്ടും ആടിക്കൊണ്ട് അവർ ദിക്ർ ചൊല്ലുമായിരുന്നു സഹാബികൾ.
ആടിക്കൊണ്ടാണ് നിൽക്കുകയുള്ളത് സഹാബികൾ. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു തങ്ങൾ അവിടുത്തെ വിശ്വവിഖ്യാത ഗ്രന്ഥമായ സുനനുൽ കുബ്രയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. അലി റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ ഞങ്ങൾ പള്ളികളിൽ ഒരുമിച്ച് കൂടിക്കൊണ്ട് ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ നേരം പുലർന്നാൽ വല്ലാഹുവാണ് സത്യം, സഹാബത്തിന്റെ മുട്ടുകാലൊക്കെ മുട്ടനാടിന്റെ മുട്ടുകാല് പോലെ ഇരിക്കും, നിലത്തിങ്ങനെ മുട്ടുകുത്തി ദിക്ർ ചൊല്ലിയിട്ട്. അതെന്തായിരുന്നു? അവർ സ്വയം മറക്കുകയാണ്. അള്ളാഹുവിനെ കുറിച്ച് ദിക്ർ ചൊല്ലുമ്പോ, ആ അള്ളാഹുവിനെ ഓർക്കുമ്പോ അതിന്റെ മാധുര്യത്തിൽ, അതിന്റെ ആനന്ദത്തിൽ എല്ലാം മറന്നുകൊണ്ട് സ്വന്തം നഫ്സിനെയും മറക്കുകയാണ് അവർ. ഭൗതികത്തെ മറന്നു, എല്ലാത്തിനെയും മറന്നു പരിശുദ്ധനായ അള്ളാഹുവിന്റെ സ്മരണയിൽ മാത്രം ഏകാഗ്രമായ മനസ്സോടുകൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട്